എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശി അപർണയ്ക്കും അമലിനും കൂടെ പാലും പഴവും ഒക്കെ കൊടുക്കണം. അപ്പൊ മധുരവെപ്പ് ചടങ്ങെന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ അത് നടത്തുവാണ്. ഈ സമയത്ത് അമലിനോട് പറഞ്ഞു, എടാ അമലെ, നീ ആ പഴം കഴിച്ചിട്ട് ബാക്കി പകുതി പഴം അപർണയ്ക്ക് കൊടുക്കാൻ പറയാ. ഇത് കേട്ടതും അമൽ എന്ത് ചെയ്യണം, പകുതി കഴിച്ചിട്ട് ബാക്കി അമർണയ്ക്ക് നീട്ടി. പക്ഷെങ്കില് അപർണ അത് കഴിക്കാൻ കൂട്ടാക്കില്ല. അപർണ ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, മോളെന്താ കഴിക്കാത്തേ, കഴിക്കാൻ പറയണം. വേണ്ട മുത്തശ്ശി, എനിക്ക് പഴം ഇഷ്ടമില്ല എന്ന് പറയണം. അയ്യോ, അതിപ്പോ എന്ത് ചെയ്യും? ഇത് കേട്ട ഉടനെ അമൽ എന്ത് ചെയ്യണം, ആ ബാക്കി പഴം കൂടെ അങ്ങ് കഴിക്കുവാണ്. അപ്പത്തേനുമാണ് പൊന്നു പറയുന്നത്, പാല് മുത്തശ്ശി എന്ന് പറയണം. എന്നാ വേണ്ട, കുഴപ്പമില്ല, പാല് കുടിക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി എന്ത് ചെയ്യുക, ഒരു സ്പൂണിനകത്ത് കുറച്ച് പാല് കോരി അമലിന് കൊടുക്കുകയാണ്. പിന്നീട് അതേ സ്പൂണും കൂടെ തന്നെ അപർണയ്ക്കും കൊടുക്കുക. ഇത് കണ്ടതും എന്ത് ചെയ്യണം എന്നറിയില്ല അപർണയ്ക്ക്. അപർണയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും അപർണയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ. മോളെ ഇത് കുടിക്കുക, എന്താ നോക്കി നിൽക്കുന്നേ? ഈ സമയം പ്രഭാവതി പറഞ്ഞു, അവൾക്ക് ഇഷ്ടമില്ല, എന്തിനാ കൊടുക്കണേ, വേണ്ട, ഇത് മതി ചടങ്ങൊക്കെ, ഇത്രയും ചടങ്ങ് മതി എന്ന് പറയാം. ജാനകി അത് തന്നെയാ പറയണേ. പക്ഷെ മുത്തശ്ശി കേട്ടില്ല. മുത്തശ്ശി പറഞ്ഞു, കുടിക്കട്ടെ അവള്, ഇത് പാലും പഴവും കൊടുക്കുന്ന ചടങ്ങല്ലേ എന്ന് പറയണം. പെട്ടെന്ന് അപർണ പറഞ്ഞു, വേണ്ട മുത്തശ്ശി എന്ന് പറയണേ. കുടിക്കും മോളെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഛർദി വന്നു അപർണയ്ക്ക്. ഛർദിക്ക് ഓക്കാനും വരുവാണ്. ഇതിനു മുമ്പ് അവിടെ വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും അപർണയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാ. അമലിനാണൊരു വൃത്തിയില്ല. ആ വായിക്കകത്ത് വെച്ച സ്പൂണും കൊണ്ട് താൻ പാല് കുടിക്കാനാ കൊള്ളാം. പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അപർണ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം എല്ലാരും പരസ്പരം നോക്കുക. അമല് പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ, ആ പാല് ഗ്ലാസ്സോടെ തട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് അങ്ങ് പോയത്. വെറുതെ ആ പാല് താഴെ പോയി, വേസ്റ്റ് ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാനിടത്ത് എനിക്ക് പോയി ഫുഡ് എടുത്ത് വെക്കാൻ പറയണേ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നന്നായിട്ട് സദ്യ കഴിക്കണമെന്ന് ഓർത്തിരുന്ന ആസ്വദിച്ചൊന്ന് കഴിക്കാൻ പോലും പറ്റിയില്ല. അത്രയും പാലും വേസ്റ്റായി. വിശന്നിട്ട് ഒരു കണ്ണും കൂടെ കാണത്തില്ല. പെട്ടെന്ന് ഒരു പഴം കൂടെ എടുത്ത് തിന്നുവാ. ജാനിയെടുത്തി എനിക്ക് എടുത്തു വെക്ക്, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയണം. ഈ സമയം പ്രഭാവതിയും അമൃതയൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നേ വിശ്വനാഥൻ തമ്പി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അളകാപുരി വന്ന് സൂര്യനാരായണന്റെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രഭാവതി ഈസല്ല, വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ, വസുന്ധര ഒന്നും വന്നില്ലേന്ന് ചോദിക്കാം. അവള് വന്നില്ല എന്ന് പറയണ. അല്ല, അവരുടെ ആൾക്കാര്, തമ്പിയുടെ ആൾക്കാരൊന്നും ഇതിലായിട്ടും കണ്ടില്ല, അവരെല്ലാരും കൂടെ വരേണ്ടതല്ലായിരുന്നോ, അവർക്ക് ഈ വീട് കാണുന്നൊക്കെ ആഗ്രഹമില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് അപർണ പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞത്, അവരെ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനാ പറഞ്ഞെന്ന് പറയണ. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ? അല്ല, അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നൂറ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, കല്യാണത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം അജയുമായിട്ടാണല്ലോ ആദ്യം വിവാഹം ഉറപ്പിച്ചേ. അപ്പൊ അതിന്റെ പേരിൽ ഒരു ചോദ്യം പറച്ചിലും ഒക്കെ ഉണ്ടാവും. വെറുതെ എന്തിനാ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഇത് കേട്ടത് അബി പറഞ്ഞു, അതെ, അപർണ എടുത്ത തീരുമാനത്തോടെ എനിക്ക് യോജിപ്പുള്ളതെന്ന് പറയാം. പിന്നീട് വിശ്വനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നേരം കിട്ടുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയാണ്. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം. അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോരെ, കുറച്ച് തിരക്കുണ്ട്, ബാക്കി കാര്യങ്ങൾ കുറെ സെറ്റ് ചെയ്യാനുണ്ട് കല്യാണത്തിൻ്റെതായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോവാനും ഉണ്ട്. എന്നാൽ ശരി, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ സമയം അപർണ പുറകെ പോവാ. അമലിനോട് പെട്ടെന്ന് ശരപ്പെടും, നീ എന്ത് നോക്കി നിൽക്കുക, നീ ആ പുറകെ പോകാൻ പറയണം. പിന്നെ ഞാൻ പുറകെ പോയി പോലും, എനിക്ക് വേറെ പണിയുണ്ട്. അയാളുടെ പുറകെ പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അയാളെ ഗുണ്ടകളെ വെച്ച് തല്ലിച്ച കാര്യമൊന്നേ അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് അമൽ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കാറിന്റെ അടുത്ത് എത്തിയിട്ട് വിശ്വനാഥൻ തമ്പി പറഞ്ഞു, അതെ, ഇപ്പോഴെനിക്കൊരു സമാധാനമായത്, ആ അജയനെ മോള് കല്യാണം കഴിക്കാൻ നന്നായെന്ന് പറയാണ്. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അവനൊരു ഫ്രോഡാ മോളെ. പക്ഷെ അമലല്ല, അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചേക്കാളും മിടുക്കനവന്, MBA-കാരനാ, റാങ്ക് ഹോൾഡർ ആന്നൊക്കെയല്ലേ പറഞ്ഞേന്ന് ചോദിക്കാം. ഞാൻ പറയണല്ലോ ഒന്നും, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അച്ഛാ എന്ന് പറയണം. എന്താ മോളെ ഇങ്ങനെ? അച്ഛൻ എന്താ വിചാരിച്ചേ, ഞാൻ അയാളുടെ ഭാര്യയായിട്ട് ഇപ്പോൾ സുഖജീവൻ തയ്ക്കാൻ വന്നാന്നോ? അതൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല അച്ഛാ. എനിക്ക് എന്റെ മനസ്സിലുണ്ടല്ലോ അഗ്നി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക, അധികം വൈകാതെ തന്നെ അത് ആളിക്കത്തും. ഈ അളകാപുരി ഞാൻ കത്തിക്കുമെന്ന് പറയാം. ഇത് മോളെ പതുക്കെ പറ, അവരെല്ലാം അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് പറയണം. ഈ സമയം അപർണ പറഞ്ഞു, ഞാൻ എത്രമാത്രം സഹിക്കുന്നുണ്ടെന്നറിയാം ഓരോ നിമിഷം ഇവിടെ. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബന്ധം അത്. ആ ബന്ധത്തിലേക്ക് ഞാൻ വലിച്ചഴിക്കപ്പെട്ടു. പക്ഷെ ഇത് ഒരിക്കലും ഇത് ഞാൻ പൊറുക്കാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും ഉള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയണം. തമ്പി പറഞ്ഞു, എനിക്കറിയാം നിന്നെ, ഞാൻ അറിയാത്തൊന്നും അല്ലല്ലോ നീ, അതുകൊണ്ട് നീ പേടിക്കണ്ടെന്ന് പറയാം. പിന്നെ അമല് പറഞ്ഞു കേട്ടില്ലേ, അവൻ ഈ കമ്പനിക്കാര്യങ്ങളൊന്നും താല്പര്യമില്ലെന്ന്. ഇത് കേട്ടപ്പം അപർണ പറഞ്ഞു, അവന് താല്പര്യം ഇല്ലെങ്കിലും അവനെ ഞാൻ എന്റെ CEO ആക്കും, കണ്ടോ, അധികം വൈകാതെ തന്നെ അവന് എന്റെ തലപ്പത്തെത്തണം. എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ആ അബിയും ജാനകിയും അവരിവിടെ ഞാൻ അടിച്ചിറക്കുമെന്ന് പറയണം. ശരി, എന്നാ ഞാനും പോട്ടെ മോളെ, പിന്നെ നീ സമയം കിട്ടുന്നല്ലോ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് കയറി പോവാ. അതിനുശേഷം കാണിക്കുന്ന നിരഞ്ജന ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഉണ്ണിത്താനും ഹേമയും കൂടെ വരുന്നത്. രണ്ടുപേരും കൂടെ വന്നിട്ട്
നിരഞ്ജനോട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ, കുറവുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിരഞ്ജനോട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണേ. പെട്ടെന്ന് ചോദിച്ചു അജയ് എന്തേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഉണ്ണിത്താൻ പറഞ്ഞു അവൻ പുറത്തേക്ക് പോയെന്ന് പറയാം. അതെ, അതോ ഇനിയിപ്പോൾ അച്ഛൻ ഒഴിവാക്കിയതാണോന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടത് ഉണ്ണിത്താനൊന്നും ഞെട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛന് എന്റെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കാരണവശാലും ഞാനത് അംഗീകരിക്കല്ലെന്ന് പറയണം. ഇത് കേട്ട ഉണ്ണിത്താൻ ചോദിച്ചു നിന്റെ ഭർത്താവോ, അത് പുതിയ അറിവാണല്ലോ. ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു അതെന്താ അച്ഛനും മനസ്സിലായില്ലേ, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ ഇത് അജയ് കെട്ടിയതാ. ഹോ ഒരു താലി വെറുതെ കെട്ടിയെന്ന് ഓർത്തോണ്ട് അവൻ നിന്റെ ഭർത്താവോ എന്ന് ചോദിക്കുക. എടി ഇതിനെക്കുറിച്ച് അവന്റെ വീട്ടുകാർക്കറിയാവോ, പുറത്ത് ആർക്കെങ്കിലും അറിയാവോ നിന്റെ കഴുത്തിൽ അവൻ താലി ആർത്തി എന്നുള്ള കാര്യം? നിനക്കും അവനും മാത്രമല്ലേ അറിയത്തുള്ളൂ, ഇപ്പതേ ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾ ഈ ബന്ധം കൂടെ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് എന്താന്ന് മനസ്സിലായെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഹേമർ നീ എന്തൊക്കെയാ മോളെ പറയണേ, ദേ വെറുതെ അച്ഛനെ തെറ്റിദ്ധരിക്കണ്ട. അജയ് പോയേക്കുന്ന അജയുടെ വീട്ടിലേക്കാ, അജയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. കല്യാണത്തിന് സമ്മതം മേടിക്കാൻ അവൻ പോയതാന്ന് പറയാണ്. ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു അച്ഛന്റെ ബുദ്ധി കൊള്ളാലോ, ഈ സമയത്ത് തന്നെ അജയനെ അങ്ങോട്ട് പറഞ്ഞു വരണോ അല്ലേ? എനിക്കറിയാം അജയ് അവിടെ ചെന്നിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. അച്ഛന് ശരിക്കും പറഞ്ഞാൽ അജയനെ കൊലയ്ക്ക് കൊടുക്കുക ചെയ്യുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അച്ഛന്റെ ബുദ്ധി കൊള്ളാം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ വെറുതെ വിടത്തില്ല, അച്ഛനാന്ന് ഞാൻ നോക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ട ഹേമയും ഉണ്ണിത്താനൊന്നും ഞെട്ടി നിൽക്കുകയാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് അപർണ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ അപർണയ്ക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറെ ഗിഫ്റ്റ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഹാപ്പി മാരീഡ് ലൈഫ് അജയ് അപർണ എന്ന് കണ്ടു. അജയ് അപർണ ദേഷ്യം വന്നിട്ട് ഗിഫ്റ്റ് എല്ലാം കൂടി എടുത്ത് എറിയുവാണ്. പിന്നീട് മനസ്സിൽ പറഞ്ഞു അധികം വൈകാതെ തന്നെ അജയ് നിന്നെ ഞാൻ കാണുന്നുണ്ട്, നിന്നെ മാത്രമല്ല നിരഞ്ജന നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറുമല്ലോ, ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല മറ്റവളുണ്ടല്ലോ ജാനകി, അവൾക്കിട്ടുള്ള പണിയും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നളിനി മുറിക്ക് പുറത്തു വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് അമൃതയും ശരണ്യയും കൂടെ വരുന്നത്. അല്ല ഇതെന്താ പുതുക്കി പുറത്ത് വയ്ക്കുന്നത്, ഇതിലായിട്ട് കഥവ് തുറന്നില്ലേന്ന് ചോദിക്കും. ഇല്ല കുറെ സമയം വിളിച്ചിട്ടും തുറന്നില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം നളിനിയടുത്ത് ഇങ്ങോട്ട് പോരാ, ഇനി ഇപ്പോൾ നിൽക്കണ്ട, അവരുടെ എപ്പോഴും തുറക്കുമ്പോൾ ഇറങ്ങി വന്നോളൂ എന്ന് പറയാം. എന്റെ ദൈവം എന്തൊക്കെ അവസ്ഥകൾ ഇനി കാണണമെന്തോ, ഒരു പുതിയ മരുമോള് വന്ന് കയറി എന്റെ കോലാഹലങ്ങളൊക്കെ എല്ലാ ചടങ്ങുകളും അവള് കുളവാക്കിയില്ലേന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് ബാ ശരണ്യെന്ന് പറഞ്ഞ് ശരണ്യനെയും വിളിച്ചോണ്ട് അമൃത അങ്ങോട്ട് പോവാണ്. ഈ സമയം അവളുടെ അപർണയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. അപർണ കോൾ എടുത്ത് നോക്കിയപ്പോൾ തന്റെ ഫ്രണ്ടാ വിളിക്കുന്ന. പറഞ്ഞു എന്താടേന്ന് ചോദിക്കുക. അല്ല നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലോ. എനിക്കെന്ത് കുഴപ്പം? അതെ ഞാൻ പറഞ്ഞ കാര്യം നീ ആരോടും പറഞ്ഞിട്ടില്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും. നിരഞ്ജനയും അജയ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. തൽക്കാലത്തെ നീ ആരും പറയണ്ട ആരോടും, കാരണം നിന്റെ നാവും കൊണ്ട് അവരെ അറിയണ്ട, അവർ തന്നെ അറിയട്ട കാര്യങ്ങളൊക്കെ. അല്ല ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ ഒരു പെണ്ണിന്റെ കൂടെ അജയ് കയറി പോകുന്നുണ്ടെന്ന്, അങ്ങ് അവരെ കാറിലേക്ക് കയറ്റി വിട്ടത് ജാനിയാന്ന്. പക്ഷെങ്കിൽ നീ അത് വിശ്വസിച്ചില്ലോ. ആ വിശ്വസിക്കുമായിരുന്നു ഇപ്പൊ ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇത് കേട്ടാ അപർണ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരാളെ തകർക്കണം, ജാനകി. അവളാണ് എല്ലാത്തിനും കൂട്ടുന്നത്, അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അവസാനം ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അപർണ ഇങ്ങനെ ആലോചിക്കുക, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ഈ അളകാപുരി തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങണം. ആ സമയത്ത് നളിനി ഇങ്ങനെ കഥയെ മുട്ടണോ വേണ്ടയോന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നാണ് കഥ തുറന്ന് അപർണ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആഹാ തള്ളി ചേച്ചി ഇതെപ്പോ വന്നു? അല്ല ഞാൻ വന്നപ്പോ കഥ കടഞ്ഞു കിടക്കുക, അപ്പം മുട്ടുണ്ടല്ലോ എന്ന് കരുതി പോകാൻ തുടങ്ങുമായിരുന്നു പറയണം. അതെ നളിനി ചേച്ചി എങ്ങും വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയും. എന്താ മോളെ? അതെ ഞാൻ ചോദിച്ചേട്ടാ അജയ്ക്ക് വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ചോദിക്കേ. അങ്ങനെ എനിക്കറിയില്ല, ഈ കുടുംബത്തിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങൾ അറിയേണ്ടതല്ലേ, അങ്ങനെ ഒന്നും അറിയത്തില്ല എന്ന് പറയണം. അല്ല അജയ്ക്ക് കല്യാണത്തിന് എതിർപ്പോ മറ്റോ ഉണ്ടായിരുന്നോ? ഇല്ല മോളെ, അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അറിയേണ്ടതല്ലേ, ആരും ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ലെന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അല്ല കുഞ്ഞൻ തപ്പി ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഇല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ. അല്ല ചേച്ചി ഇവിടെ എല്ലാവരും എന്താ ഈ ജാനിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് തള്ളി പറഞ്ഞു. അതെ പ്രഭാവതി അമ്മയുണ്ടല്ലോ, പ്രഭാവതി അമ്മയാണെങ്കിലും മക്കളെ പ്രസവിച്ചിട്ടെന്നേ ഉള്ളൂ. പിന്നെ അവര് വളർന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷം അതെ ജാനകി ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നതിന് ശേഷം അവരുടെ കാര്യങ്ങളെല്ലാം ജാനകിയാണ് നോക്കുന്നേ. കാരണം അവർക്ക് ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഏട്ടത്തി മാത്രമല്ല, ഏട്ടത്തി അമ്മയും കൂടെയാണ്. അപ്പൊ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും അവർ നിർത്താനാ പറഞ്ഞെന്ന് പറയണം. ആ സമയം അവർക്ക് നളിനിക്ക് മനസ്സിൽ എന്തൊരു പ്രശ്നമുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നളിനി ചേച്ചി എനിക്ക് ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ കുഞ്ഞെ? അല്ല ഞാൻ പറയുന്ന പോലെ അനുസരിക്കുമെന്ന് ചോദിക്കാം. പിന്നെ കുഞ്ഞിനെ അനുസരിക്കാതെ ഞാൻ കുഞ്ഞ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം എന്ന് പറയണം. അതെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും എന്റെ ചെവിയിലെത്തി, ഇങ്ങനെ പറഞ്ഞു മനസ്സിലായല്ലോ, അതൊക്കെ ഞാൻ ഏറ്റു കുഞ്ഞെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.